ഹലോ ആൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. വേവ് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് ആ വേവ് ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു വേവ് ഇക്വേഷൻ? ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/v² ടു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇത് ഞാൻ എഫ് ന്റെ ടേംസ് എഴുതിയിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണ് വേവ് ഇക്വേഷൻ. ആ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്? ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈനുസോയിഡൽ വേവ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ടു വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. എന്താ സൈനുസോയിഡൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേരി ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സൈനുസോയിഡൽ എന്ന് പറയാം. കോസ് തീറ്റ, സൈൻ തീറ്റ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഡെൽ സ്ക്വയർ എഫ് ഈക്വൽ ടു, ഞാനിപ്പോ ആ ഫംഗ്ഷൻ എഫ് അല്ലെ, ഇത് എഫ് ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. എക്സില് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? എഫ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇക്വേഷന്റെ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഈക്വൽ ടു എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് പറയും. ഇതിനാണ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു സൈനുസോയിഡൽ വേവിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ്? ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ഫാക്ടർ ആണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ എഫ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ, മാക്സിമം ഹൈറ്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വേവ്സിനെ കുറിച്ചൊക്കെ, വേവ്സ് ആൻഡ് ഓസിലേഷൻസ് പഠിച്ചാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ അല്ലെ, ഈക്വൽ ടു എ കോസ്. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കെ കോമൺ ആക്കി എടുക്കണം. അതിന് മുമ്പേ ഞാൻ ഇതിന് എന്ത് ചെയ്തി? കോസ് കെ എക്സ് മൈനസ് ഒമേഗ ഈക്വൽ ടു കെ വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവിടെ അല്ലെങ്കിൽ ഞാൻ മെക്കാനിക്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഒമേഗ ഈക്വൽ ടു കെ വി അല്ലെ. കെ എന്ന് പറഞ്ഞ വേവ് വെക്ടർ, ഒമേഗ ആംഗുലർ വെലോസിറ്റി അല്ലെ, കെ വി എന്ന് പറഞ്ഞ ഇക്വേഷൻ. ആ ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി പറയുന്ന സ്ഥലത്താന്ന് തോന്നുന്നു. അപ്പൊ എഫ് ഈക്വൽ ടു എ കോസ്, ഇതിനകത്ത് ഞാൻ കെ കോമൺ ആക്കി എടുക്കണം. ഓക്കെ, കെ കോമൺ ആക്കി എടുത്ത് എനിക്ക് എന്താ? എക്സ് മൈനസ് വി ടി പ്ലസ് ഡെൽറ്റ ബൈ കെ എന്ന് കിട്ടും അല്ലെ. അങ്ങനെയല്ല എ കോസ് അതുപോലെ നിർത്തി. ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ കെ കോമൺ ആക്കുക. അപ്പൊ എക്സ് മൈനസ് വി ടി പ്ലസ് ഡെൽറ്റ ബൈ കെ എന്ന് കിട്ടും. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എ കോസ് കെ ഇൻറ്റു എക്സ് മൈനസ് ഓഫ് വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ എന്നതിൽ കൂടെ അല്ലേ. എഴുതാൻ പറ്റില്ലേ ഇതിനെ? ഇനി ഇത് കോസ് ഫംഗ്ഷൻ ആണ് അല്ലെ, കോസ് ഫംഗ്ഷൻ അല്ലെ. അപ്പം ദ വാല്യൂ ഓഫ് എഫ് ഈസ് മാക്സിമം വെൻ എന്താണ്? കോസ് തീറ്റ എപ്പോഴാണ് മാക്സിമം ആവുക? തീറ്റ 0 ആവുമ്പോൾ. ഇവിടെ തീറ്റന്റെ സ്ഥാനത്താരല്ലേ? കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ അല്ലെ. ദ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഈസ് മാക്സിമം വെൻ കെ ഇൻറ്റു എക്സ് മൈനസ്, ഇവിടെ ഈ ബ്രാക്കറ്റ് ഇട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് ബ്രാക്കറ്റ് വേണ്ടത് അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചില്ല. അപ്പം കെ ഇൻറ്റു എക്സ് മൈനസ് ഓഫ് വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ ഈക്വൽ ടു 0 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കാലം തീറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, തീറ്റയുടെ സ്ഥാനത്ത് ആരൊക്കെയാണ്? ഇത്രയും ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി അല്ലെ. ഈ ക്വാണ്ടിറ്റി 0 ആയാലാണ് ഫംഗ്ഷൻ മാക്സിമം ആവുക അല്ലെ. അപ്പോ ദിസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കെ എന്ന് പറയുന്നത് വേവ് വെക്ടർ ആണ്, അത് 0 ആവില്ല. 2π/λ ആണ്, ഇത് 0 അല്ല. ബാക്കി എന്താ? 0 ഇംപ്ലൈസ് എക്സ് മൈനസ് എന്താ വരിക? വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ എന്ന് വരും അല്ലെ. എക്സ് ഈക്വൽ ടു വി ടി മൈനസ് ഡെൽറ്റ ബൈ കെ എന്ന പൊസിഷനിലാണെന്ത്? പിന്നെ മാക്സിമം വാല്യൂ വരിക അല്ലെ. ഇനി ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ ടൈം 0 അല്ലെ. അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടി 0 ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ടു എന്ത് വരും? വി ടി, ടി 0 എടുത്താൽ 0 ആയി, ബാക്കി മൈനസ് ഡെൽറ്റ ബൈ കെ എന്ന് വരും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ മൈനസ് ഡെൽറ്റ ബൈ കെ എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്ത് വരിക? മാക്സിമം വരിക അല്ലെ. എക്സ് ആക്സിൽ 0-ൽ അല്ല. നമ്മൾ ഇപ്പൊ വരച്ച ഫംഗ്ഷൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ.
എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫേസ് എന്തല്ല, 0 അല്ല അല്ലെ. ഇവിടെ മാക്സിമവും ഒറിജിനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ഗ്രാഫ് വരക്കാറില്ല, എങ്ങനെയായിരുന്നു, ഇങ്ങനെ വരക്കാറില്ലേ നമ്മള് അല്ലെ അല്ലെ. ഈ പോയിന്റ് ഇതാണ് ഒറിജിൻ അല്ലെ, ഇതാണ് x = 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ എന്താണ്, മിനിമം ആണ് അല്ലെ. ഇവിടെ എന്തല്ല, മിനിമം അല്ല. ഇവിടെ x = 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട് അല്ലെ. ഇനി ഈ പോയിന്റ് ഏതാണ്, ഈ പോയിന്റ് ഇതാണെന്ത്, x = -Δ/k എന്ന് പറഞ്ഞ പോയിന്റ്, x = -Δ/k എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇനി ഫേസ് 0 ആണിച്ചാൽ എന്താവും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ = 0 ആണിച്ചാൽ എന്താവും, x = 0 എന്ന് പറഞ്ഞാൽ x = 0 മാക്സിമം. അപ്പൊ നമ്മുടെ ലീവ് എന്താവും, ഇങ്ങനെയാവും അല്ലെ, ഇങ്ങനെയാവും. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത് എന്താണ്, ദിസ് ക്വാണ്ടിറ്റി റെപ്രസെന്റ്സ് എ wave moving in the positive x direction. Okay, a sinusoidal wave moving in the positive x direction. ഇനി അതന്നെ ഒരു sinusoidal wave moving in the negative x direction ആണെച്ചാൽ എന്താവും, f = a cos -kx - ωt plus delta. നെഗറ്റീവ് x ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ എന്താവും, k ന്റെ കോഎഫിഷ്യന്റ് x അല്ലേ, അവിടെ എന്താ വരും, ഒരു മൈനസ് വരും. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, ഒരു നെഗറ്റീവ് x ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ. ഓക്കെ, അത് എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പോസിറ്റീവ് x ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വേവ്, അല്ലെങ്കിൽ വെറുതെ ഒരു വേവ് ഇക്വേഷൻ തരും, എന്നിട്ട് ഇതിനകത്ത് വേവ് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് നോക്കും. അപ്പൊ നിങ്ങൾ കെന്റെ കൂടെ നിൽക്കുന്ന ആളെ നോക്കിയാൽ മതി അല്ലെ. കെന്റെ കൂടെ ഇവിടെ ആരാണ്, x ആണ്, അതുകൊണ്ട് x ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ഇത് മൈനസ് ആണോ പ്ലസ് ആണോ നോക്കാം. മൈനസ് ആണെങ്കിൽ നെഗറ്റീവ് x ഡയറക്ഷനിൽ, പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് x ഡയറക്ഷനിൽ. ഓക്കെ, അത്രയും നോക്കിയാൽ മതി. ഇനി നമുക്ക് സൈനുസോയിഡൽ വേവ്സിന്റെ ഫേസർ നൊട്ടേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് നൊട്ടേഷൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പം വേവ് ഇക്വേഷന്റെ ജനറൽ ഫോർമുല എന്താണ്, f(x) = a cos kx - ωt plus delta എന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. എന്ന് പറഞ്ഞാൽ f(x) എനിക്ക് I can write it as the real part of a(e⁻i) * kx - ωt plus delta. എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റുന്നത്, ഇതെന്താണ് ഈ ഫംഗ്ഷൻ, a(e⁻i) * kx - ωt plus delta. a(e⁻i⁻θ) എന്നുള്ള ഫോമാണ് അല്ലെ. e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ plus i sin θ എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ. നിങ്ങൾ കോംപ്ലക്സ് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ടാവും. e⁻i⁻θ = cos θ plus i sin θ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് a(e⁻i) * kx - ωt plus delta എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം, a കോമൺ ആണ്, ഇൻറ്റു cos kx - ωt plus delta plus i sin kx - ωt plus delta എന്നിതാണ് അല്ലെ. ഇതിപ്പം a plus ib എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ് അല്ലെ, നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലെ. അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആൽഫ പ്ലസ് ഐ ബീറ്റ അല്ലെങ്കിൽ a plus ib എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഇതിനകത്ത് a പുറത്ത് ഉള്ളിലേക്ക് എടുത്ത എന്താണ്, ഇവിടെ a എന്നാവും അല്ലെ, ഇവിടെ എന്താവും, ഒരു a എന്നുണ്ട് അല്ലെ. അപ്പം a cos kx - ωt plus delta plus i into a sin kx - ωt plus delta. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, ഇതിന്റെ റിയൽ പാർട്ട് ആണെന്ന് പറഞ്ഞത് അല്ലെ. this particular function can be written as the real part of this complex function അല്ലെ. ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എന്താ ഇതാ കിട്ടുക. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, ഇത് ഇമാജിനറി നമ്പർ ഉണ്ട്, ഇവിടെ അയോട്ട ഉണ്ട് അല്ലെ. അപ്പൊ ഇതെന്താവും, കോംപ്ലക്സ് പാർട്ട് ആവും അല്ലെ. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞതാണ് അല്ലെ. അപ്പോ f(x) can be written as the real part of this complex function. ഇനി ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ a(e⁻i) * kx - ωt plus delta എന്നാണല്ലോ. ഇത് എനിക്ക് എങ്ങനെ എഴുതാം, a(e⁻i) * kx - ωt into e⁻i delta എന്ന് എഴുതി കൂടെ. കാരണം എന്താണ്, e⁻i * kx - ωt plus delta. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി കൂടെ, e⁻i * kx - ωt into e⁻i into delta എന്ന് എഴുതി കൂടെ അല്ലെ, ഈ ഫോർമാറ്റില്. ഇനി ഇതിനകത്ത് ഇപ്പൊ എന്താ ചെയ്യാം, a(e⁻i delta into e⁻i into kx - ωt എന്ന് എഴുതാം അല്ലെ.
ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് I can write this function as f equal to some a e raised to I into kx minus omega t. അല്ലേ? ഇപ്പൊ ഞാൻ എഫിനെ ഒന്ന് ഒരു കേളി ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് കോംപ്ലക്സ് ആണെന്നാണ് അർത്ഥം. അല്ലേ? എഫ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അല്ലേ? ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു എന്താണ്? റിയൽ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഇ റൈസ് ടു ഐ ഡെൽറ്റ. അല്ലേ? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ ഡെൽറ്റ. അല്ലേ? അപ്പം എഫ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോബ്ലംസിലും അല്ലെങ്കിൽ ഇക്വേഷൻസിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി എന്തിനാണ് നമ്മൾ കോംപ്ലക്സ് നൊട്ടേഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഫേസർ നൊട്ടേഷൻ കൊണ്ടുവരുന്നത്? നമുക്ക് എപ്പോഴും ഈ കോസ് സൈൻ പോലെ തന്നെ ഡീൽ ചെയ്യുന്നതിലേറെ എളുപ്പം എന്താണ്? എക്സ്പോണൻഷ്യലായിട്ട് ഡീൽ ചെയ്യണം. അല്ലെ? ഡിഫറൻസിയേഷൻ ആയാലും ഇന്റഗ്രേഷൻ ആയാലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആണെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. അല്ലെ? ഏതിലേറെ? കോസിലേറെയും സൈനിലേറെയും. ഓക്കെ, അതാണ് എന്ത്? ഫേസർ നൊട്ടേഷൻ. ഇനി നമുക്ക് പോളറൈസേഷൻ പഠിക്കാം. പോളറൈസേഷൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഒരു പോളറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അലൈൻമെന്റ് ഓഫ് ചാർജ് പാർട്ടിക്കിൾ ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെ? നമ്മൾ ഡൈപോളിന്റെ ഒക്കെ ഭാഗത്താണ് പഠിച്ചത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ചാർജ് ഒരു ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് ഒരു ഡയറക്ഷനിലും അലൈൻ ചെയ്യും. അതൊരു പോളറൈസേഷൻ ആണ്. അതെന്താണ്? പോൾസിലേക്ക് മാറ്റുക എന്നുള്ളൊരു അർത്ഥം വരുന്നത്. ഇത് ആ പോളറൈസേഷൻ അല്ല. എന്താണ്? വേവ്സുമായി ബന്ധപ്പെട്ട പോളറൈസേഷൻ ആണ്. ഓക്കെ, അതും ഇതും കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ പോളറൈസേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയണം. അപ്പൊ ഞാൻ ഇന്നലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലക്ച്വേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതെങ്ങനെയാണ്? വേവ് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിനും വേവ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവര് മൂന്ന് പേരും തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലേ? അപ്പോ അത്തരത്തിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയാം. അല്ലേ? ഇപ്പൊ ഒരു വേവ് ഈ ഡയറക്ഷനിൽ പോകാൻ എഴുതാം. അല്ലേ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയും. ഈ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ആ ഇലക്ട്രിക് ഫീൽഡിന് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് കരുതുക. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ വിത്ത് ദി പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ and has same magnitude and direction and having the same magnetic field. Magnetic fieldum electric fieldum ഒരുപോലെ. ഏതുപോലെ? സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ഡയറക്ഷൻ ആണ്. അതുപോലെ രണ്ടും എന്താണ്? പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണിച്ചാൽ അത്തരം വേവ്സിനാണ് നമ്മൾ എന്താ പറയാ? യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയാം. ഓക്കെ, ഇനി സാധാരണ കേസിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായാൽ മതി? പെർപെൻഡിക്കുലർ ആയാൽ മതി. ഓക്കെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്വേഴ്സ് ആണ്. അതിന് ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ. പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്തായിരിക്കണം? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയാൽ മതി എന്ന് മാത്രം മതി. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അത് ഇന്ന ഡയറക്ഷനിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ പോകണമെന്നൊന്നുമില്ല. അല്ലേ? ഇപ്പൊ വേവ് ഈ ഡയറക്ഷനിൽ പോവാണ്. അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ഇത് ഇങ്ങനെ പോകുന്നില്ല. ഒരു വേവ് ഇങ്ങനെ പോകുന്നില്ല. അല്ലെ? അതെന്താവും? സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം. പ്രൊപ്പഗേഷൻ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്തായാൽ മതി? പെർപെൻഡിക്കുലർ ആയാൽ മതി. അത് ഇങ്ങനെ തന്നെ അലൈൻ ചെയ്തുകൊണ്ട് പോകണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാല്? പോളറൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ്. എന്തിനെ? ഇലക്ട്രിക് ഫീൽഡിനെ. എന്തിന്? ഒരു സിംഗിൾ ഡയറക്ഷനിൽ പോകാൻ. അപ്പൊ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺഫൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു എ സിംഗിൾ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് സാധാരണ ഒരു വേവില്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവില് പല ഡയറക്ഷനിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. കീപ്പിംഗ് ദി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ. അത് ഓക്കെയാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? മാറുന്നുണ്ടാവും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ കൺഫൈനിങ്, ഒതുക്കുക. എന്തിനെ? ഇലക്ട്രിക് ഫീൽഡിനെ ടു എ സിംഗിൾ ഡയറക്ഷൻ. അല്ലെ? അപ്പൊ ദ കൺഫൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻ ടു എ സിംഗിൾ ഡയറക്ഷൻ ഈസ് കോൾഡ്
പോളറൈസേഷൻ. ഇനി ആ പോളറൈസേഷൻ പല തരത്തിലുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി time varying behavior of electric field vector in some fixed direction at a given point in space. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടൈം വേരിയിങ് ബിഹേവിയർ എങ്ങനെ ഒരു ഫിക്സഡ് ഡയറക്ഷനിലേക്ക് ആക്കുക, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളറൈസേഷൻ എന്ന് പറയുന്നത്. ആ പോളറൈസേഷൻ 3 തരത്തിലുണ്ട്, അല്ലേ? ഒന്നാമത്തത് ലീനിയർ പോളറൈസേഷൻ. എന്താണ് ലീനിയർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ? എ വേവ് ഈസ് സെഡ് ടു ബി ലീനിയർലി പോളറൈസ്ഡ് ഇഫ് ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് കൺഫൈൻഡ് ഇൻ ടു വൺ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെയാണ്? വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ. ഓക്കെ, ഒരു വേവ് ഉണ്ട്, അത് സെഡ് ഡയറക്ഷനിൽ പോവുകയാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അതുപോലെ എച്ച് വെക്ടർ XY പ്ലെയിനിൽ എടുക്കുന്നുണ്ട്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയാണ് കൺഫൈൻ ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഓട്ടോമാറ്റിക്കലി കൺഫൈൻഡ് ആവുമല്ലോ, കാരണം മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഫോമിങ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി എക്സ് ആക്സിസ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ട്. ഇതിൻ്റെ വൈ കമ്പോണൻറ്റ് 0 ആണെന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താവും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺഫൈൻഡ് ടു എക്സ് ഡയറക്ഷൻ, അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് എക്സ് കമ്പോണൻറ്റും ഉണ്ട്, വൈ കമ്പോണൻറ്റും ഉണ്ട്. If I make EY equal to 0, then electric field is confined to the x direction. അല്ല തിരിച്ച്, if I make EX equal to 0, then EY മാത്രമേ ഉണ്ടാവുള്ളൂ. then the electric field is confined to y direction, അല്ലേ? ഇനിയല്ല, EXും EYയും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് വേവ് എങ്ങനെയായിരിക്കും? E equal to EX പ്ലസ് EY ആവും, അല്ലേ? ആ ആംഗിൾ ഈ തീറ്റ എന്താവും? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് EY ബൈ EX ആവും, അല്ലേ? അതിനെ ഈ ഒരു സിംഗിൾ ഡയറക്ഷനിൽ നമ്മൾ കൺഫൈൻ ചെയ്യുക. അടുത്തത് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഇവിടെ EXും EYയും എന്താണ്? ഔട്ട് ഓഫ് ഫേസ് ആണ്. EX ആൻഡ് EY ആർ ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ സൈനും കോസും ഫംഗ്ഷൻ ഉള്ള പോലെ, അല്ലേ? സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. കോസ് 90 എന്താണ്? 0 ആണ്. അതിനാണ് നമ്മൾ 90 ഡിഗ്രി ഫേസ് ചേഞ്ച് എന്ന് പറയാം, അല്ലേ? അപ്പം ഇവിടെ EXും EYയും എന്താണ്? ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ. അങ്ങനെ ആകുമ്പോൾ ദേ വിൽ റീച്ച് ദെയർ മാക്സിമം വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അല്ലേ? അത്തരത്തിലുള്ള ഒരു വേവിൻ്റെ നമ്മൾ എൻ പോയിന്റ്സ് ഒക്കെ കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടും ഇതുപോലെ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? EX² ബൈ A² പ്ലസ് EY² ബൈ B² ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവിടെ ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണിത്, അല്ലേ? A ഈക്വൽ ടു EX മാക്സിമം ആൻഡ് B ഈക്വൽ ടു EY മാക്സിമം. ഇത്തരത്തിലുള്ളതിന് നമ്മൾ എന്താ പറയുക? എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് സർക്കുലാർ പോളറൈസേഷൻ. സർക്കുലാർ പോളറൈസേഷൻ എന്ന് പറയുമ്പം ഇവിടെ എന്താണ്? EXും EYയും എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ആവും. ആദ്യം പഠിച്ച കേസിൽ EXും EYയും സെയിം ആണെന്ന് പറഞ്ഞില്ല. ദേ ആർ ഇൻ സെയിം ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി ആൻഡ് EX ആൻഡ് EY ആർ നോട്ട് ദ സെയിം. പക്ഷേ സർക്കുലാർ പോളറൈസേഷൻ എന്താണ്? ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് EX ആൻഡ് EY ആർ ഹാവിങ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് വിത്ത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അവിടെ എന്താണ്? 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് അല്ല. സർക്കുലാർ പോളറൈസേഷനിൽ എന്താണ്? 90 ഡിഗ്രി ഫേസ് ഉണ്ട്, പക്ഷേ EXും EYയും എന്താണ്? ഹാവിങ് ദി സെയിം മാഗ്നിറ്റ്യൂഡ്സ്. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ അതിൻ്റെ ലോക്കസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു സർക്കുലാർ ഷേപ്പാണ് കിട്ടുക വേവിന്. അപ്പം അത്തരത്തിലുള്ള വേവ് നമുക്ക് എങ്ങനെ ചെയ്യാം? EX² പ്ലസ് EY² ഈക്വൽ ടു EMAX² എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇനി മറ്റേ തരങ്ങൾ വെർട്ടിക്കൽ പോളറൈസേഷൻ. ഇവിടെ എന്താണ്? ഈ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, അല്ലേ? ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ഹോറിസോണ്ടൽ ഡയറക്ഷൻ X വൈൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻ വെർട്ടിക്കലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കലായിട്ടാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? E of xt ഈക്വൽ ടു E0 e raised to i into kx minus omega t j cap എന്ന് പറയാം, അല്ലേ? ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. E0 e raised to i into kx minus omega t. ഇവിടെ kx എന്നല്ലേ? അതിൻ്റെ അർത്ഥം പോസിറ്റീവ് x ഡയറക്ഷനിലാണ് വേവ് മൂവ് ചെയ്യുന്നത്.
അല്ലേ? e0 e⁻ കെ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവാണ് അല്ലേ? മൈനസ് കെ എക്സ് എന്നല്ല, അതുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനാണ്. ഇവിടെ എക്സ് ആണ്, അതുകൊണ്ട് എക്സ് ഡയറക്ഷനിലാണ് വേവ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഏരിയയാണ് ജെ ക്യാപ്പ് എന്ന് എഴുതിയിട്ടുള്ളത് അല്ലേ? ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? IJK അല്ലേ? ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലല്ലേ ഇലക്ട്രിക് ഫീൽഡ്? അത് ശ്രദ്ധിക്കണം. ഈ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമിന് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താവും? ഇവിടെ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ, സൈഡ് വേസ് അല്ലേ? നേരത്തെ ഇവിടെ നമുക്ക് വൈ ഡയറക്ഷനിലായിരുന്നു, ഇവിടെ എന്താണ്? എക്സ് ഡയറക്ഷനിൽ അല്ലേ? അപ്പം അത്തരം വേവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? EH(xt) = e0 e⁻ കെ ക്യാപ്. ഇവിടെയും നോക്കുക KX, അതുകൊണ്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? സെഡ് ഡയറക്ഷനിലാണ്. കെ ക്യാപ് എന്ന് കൊടുത്തുണ്ടോ? അങ്ങനെ വരും. ഇനി ഇവിടെ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട്, പോളറൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഏത് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലും, പിന്നെ AM ആയാലും FM ആയാലും ടെലിവിഷൻ ആയാലും നമ്മൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഈ AM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ളതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയർലി പോളറൈസ്ഡ് പിന്നെ വേവ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ലീനിയർലി പോളറൈസ്ഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉള്ളത്. അതുകൊണ്ട് റിസീവിങ് ആന്റിന എന്ത് ചെയ്യണം? ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. ഓക്കെ, അതുകൊണ്ട് AM റേഡിയോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, പണ്ടുണ്ടായിരുന്ന റേഡിയോ ആയിരുന്നു. ഇപ്പോൾ FM ആണല്ലോ കുറച്ചുകൂടെ പോപ്പുലർ. AM റേഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ പിടിച്ചാലേ അത് നല്ല ക്ലാരിറ്റിയിൽ പ്ലേ ആവുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ ലീനിയർലി പോളറൈസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ് അതിൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മുടെ ആ റേഡിയോയുടെ ആന്റിന എന്തായിരിക്കണം? വെർട്ടിക്കലായിട്ട് പിടിക്കണം. അതുകൊണ്ട് ആന്റിനയും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ പാരലലായിട്ട് വരണം. ഇനി ടെലിവിഷൻ സിഗ്നലിൽ നമ്മൾ പിന്നെ ലീനിയർലി പോളറൈസ്ഡ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഇത് വെർട്ടിക്കലാണ്, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് പോളറൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് TVയുടെ ആന്റിന എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലി നമ്മൾ പ്ലേസ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, TVയുടെ ആന്റിനാസ് ഒക്കെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുക അല്ലേ? പണ്ടുണ്ടായിരുന്നു ഒരു കോട്ടയൊക്കെ വെച്ചിട്ട് അതിനകത്ത്. ഇനി FM ബ്രോഡ്കാസ്റ്റിൽ എന്താണ്? സർക്കുലർലി പോളറൈസ്ഡ് വേവ്സാണ് ഉപയോഗിക്കുന്നത്. FM ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിൽ സർക്കുലർലി പോളറൈസ്ഡ് വേവ്സാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് FM നമുക്ക് എങ്ങനെയും പ്ലേ ചെയ്യാം. കാരണം അതൊക്കെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാറില്ലേ? അതിൻ്റെ കാരണം ഇതാണ്, അവിടെ സർക്കുലർ പോളറൈസേഷൻ ആണ്. അതുകൊണ്ട് ആ ഓറിയന്റേഷൻ ഓഫ് ആന്റിന ഈസ് പിന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡയറക്ഷൻ. കാരണം അത് AM പ്ലേ ചെയ്ത് ആകെ പിന്നെ ഭയങ്കര ഇതാവും, ഡിസ്റ്റർബൻസും നോയ്സും ഒക്കെ ആവും. കാറ് തിരിക്കുന്നതനുസരിച്ച് ക്ലാരിറ്റി കുറയും കൂടുകയൊക്കെ ചെയ്യും. FM ആണിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ തമ്മിൽ പെർപെൻഡിക്കുലർ ആവുന്ന. ഇത് അത്തരത്തിലൊരു വേവിനെ കാണിച്ചിട്ടുള്ളത്. ഈ എക്സ് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. മനസ്സിലായോ? വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട്, എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സെഡ് ഡയറക്ഷനിൽ ആരുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാ, 2 മാർക്കിന് തന്നെ തോന്നുന്നു, അല്ല 4 മാർക്കിന്. പിന്നെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നൊരു വേവിനെ എങ്ങനെ ഇക്വേഷൻ വൈസ് റെപ്രസെൻ്റ് ചെയ്യാം, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വേവിനെ കാണിക്കുക. അതുപോലെ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എക്സ് ഡയറക്ഷനിൽ വേവ് മൂവ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ, മാഗ്നറ്റിക് ഫീൽഡ് അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഓൾ.